ലാൽ സലാം മോഹൻലാൽ നായകനെ എത്തുന്ന ഹൃദയപൂർവ്വം ഇറങ്ങാൻ ഇനിയും ഒരാഴ്ച കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു. നമുക്ക് ഇവിടെ യൂറോപ്പിലെ എവിടെയൊക്കെയാണ് സിനിമ എന്നുള്ളത് നോക്കാം. മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒരുമിക്കുന്ന ഈ ഒരു ചിത്രം ഏറെയും മലയാളി പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പോകുന്ന ചിത്രമാണ്. അടുത്ത 200 കോടി ചിത്രമാണോ എന്നുള്ളതാണ് ഏറെയും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും ചോദ്യവും അങ്ങനെ തന്നെയാണ്. ഇനി കൺട്രി ലിസ്റ്റിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഓസ്ട്രിയയിൽ സിനിമയുണ്ട്, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഹംഗറി, അയർലാൻഡ്, ഇറ്റലി, ലാറ്റ്വിയ, ലിറ്റ്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലാൻഡ്, നോർവേ, പോളണ്ട്, സ്ലോവാക്യ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, UK. ഇത്രയും സ്ഥലങ്ങളിലാണ് സിനിമ അവിടെ യൂറോപ്പിൽ റിലീസ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഇത് ഫ്രം ദ ഹേർട്ട് ഓഫ് കേരള ടു സിനിമ അക്രോസ് യൂറോപ്പ് എന്ന് തന്നെ പറയാം. അതായത് മലയാളത്തിൽ നിന്ന് യൂറോപ്പിനെ കീഴടക്കാൻ പോവുകയാണ് ലാലേട്ടൻ എന്ന് തന്നെ പറയാം. ഇനിയും ആദ്യ 2 സിനിമകൾ, ഈ വർഷം ഇറങ്ങിയ 2 സിനിമകളും 200 കോടിക്ക് മുകളിൽ തൂക്കിയ മോഹൻലാലിൻ്റെ ഹാട്രിക് സിനിമയാകാൻ വീണ്ടും നമ്മൾ കൊതിക്കുകയാണ്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എ ജേണി ഓഫ് ഇമോഷൻസ് ദാറ്റ് ട്രാൻസെൻഡ് ബോർഡേഴ്സ്. അതിർത്തികൾ കടന്ന് ഇമോഷൻസിൻ്റെ ഒരു വിളയാട്ടം നമുക്ക് കാണാൻ കഴിയും. ഫ്രം ദ ഹേർട്ട് ഓഫ് കേരള എന്ന് തന്നെ പറയാം. അങ്ങനെ ആ ഒരു സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വീണ്ടും ഒരു 200 കോടി അടിക്കുകയാണെങ്കിൽ ഇത് സർവ്വകാല റെക്കോർഡുകളായിരിക്കും. എന്തായാലും ഇനിയും മറ്റുള്ള രാജ്യങ്ങളിലെയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.